പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ കഅബയുടെ തണലിൽ ഒരു വിരിപ്പിൽ, ഒരു കീറിയ വിരിപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലൻ നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? ഇതെന്തൊരു അവസ്ഥയാണ്. അപ്പൊ എന്താണ്, അത്രയും പീഡനമേറ്റിട്ടാണ് അവർ ചെല്ലുന്നത്. കൂടാരാ, ശരീരം മുഴുവൻ മുറിവ് പറ്റിയ, ശത്രുവിന്റെ അടിയും തൊഴിയും കൊണ്ട് മുറിവ് പറ്റിയ ഒരു സ്വഹാബിനെയും കൊണ്ടാണ് ചെല്ലുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ പ്രതികരിച്ചത് എന്താ അറിയുമോ? നിങ്ങൾക്കൊക്കെ ഭയങ്കര ധൃതിയാണ്. ഖദ് കാന മൻ ഖബ്ലകും യൂഖദു റജുലു ഫയഹ്ഫറു ഫിൽ അർളി, ഭൂമിയിൽ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ മനുഷ്യരെ നിർത്തിയിട്ട് വാളുകൊണ്ട് അവരെ അറുത്തു കൊല്ലുന്ന ഒരു ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. മാത്രല്ല, അവരുടെ ശരീരത്തിലെ മാംസങ്ങൾ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് വാർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. മാദൂന ലഹ്മിഹി വ അദ്മിഹി, എല്ലിൽ നിന്ന് മാംസം ഊരിയെടുത്തിട്ടുണ്ട്. ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പോലും ആ ജനത അവരുടെ വിശ്വാസം ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത അവരുടെ നിലപാടുകളിൽ നിന്നും മാറിയിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത ദീനിന്റെ അടയാളങ്ങൾ അഴിച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത അവരുടെ സമീപനങ്ങളിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടില്ല. നിങ്ങളാണെങ്കിലോ, നിങ്ങളാകെ അസ്വസ്ഥരാവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നിട്ട് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഈ അടി കിട്ടി രക്തം വാർന്ന് വാളുകൊണ്ട് വെട്ടുകിട്ടി വന്ന വ്യക്തിയെ സാക്ഷി നിർത്തി പ്രവാചകൻ ഒരു കാലം പ്രവചിക്കുകയാണ്. എന്താണ് ആ കാലം? ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ട്. എന്താ? വല്ലാഹി ലാ യതിമ്മന്ന ഹാദൽ അംർ, ഞാൻ ഈ ഉയർത്തിയ സന്ദേശത്തിന് ഇവിടെ ശക്തി കിട്ടും, സ്വാധീനം കിട്ടും. എത്രത്തോളം? ഹത്താ യസീറ റാകിബു മിൻ സനആ ഇല ഹദറമൗത്ത്, സനആ ദേശത്ത് നിന്ന് ഹദറമൗത്തിന്റെ മണ്ണിലേക്ക് ഒരു യാത്രികൻ, മറ്റേ റിപ്പോർട്ടിൽ ഒരു പെൺകുട്ടി അവൾ യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കേണ്ടി വരില്ല. വദ്ദിബു വലാ ഗനമി, ആട്ടിൻ കൂട്ടത്തെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാട് ഇസ്ലാം സ്വീകരിച്ചതറിയാത്ത, അതല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത ചെന്നായ കൂട്ടങ്ങൾ ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് ആട്ടിൻ കൂട്ടത്തെ ആക്രമിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതിയാണ്. അതുകൊണ്ട് ഇസ്ലാം ആക്രമിക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഒക്കെ അതിനെ പുണ്യമായി കണ്ടും അതിനെ നന്മയായി കണ്ടും അതില്ലാതാക്കാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ക്ഷമ അവലംബിച്ചും അതിൽ പുണ്യം പ്രതീക്ഷിച്ചും കാത്തിരിപ്പോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണ്? ശത്രുവിനെ എന്നും വിരോധത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെങ്ങനെയാണ് പോരുമ്പോ 2-3 കൗണ്ടർ കാണും. ഒരു കൗണ്ടറിൽ 2-3 ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ, അവിടെ പോസ്റ്റർ കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഓർക്കിങ്ങനെ ശരിക്കും നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ചമ്മലുണ്ട്. ആ ചമ്മൽ ഇങ്ങനെ പൊതുവെ നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സംഭവിക്കുക അല്ലെ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ച ചെറിയ പോസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. നോക്കി പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ നോക്കുമ്പോ ഒന്ന് ചിരിക്കുള്ളൂ കേട്ടോ, ഒന്ന് ചിരിക്കുക. സംഗതി എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംസ്കാരത്തെയും തനിമയെയും മഹത്വത്തെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഒരു ജനവിഭാഗമാണ് അവരെന്തുകൊണ്ട് അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതിന് കുറെ ഉത്തരങ്ങളുണ്ട്. അവരുടെ ശാഖയിലെ ക്ലാസ്സുകളിൽ അവർ പഠിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾക്ക് അതിൽ കാരണമുണ്ട്. അവരുണ്ടായിരുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളിലെ അവഗണനകൾ ചിലപ്പോൾ കാരണമാകും, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും. പല കാരണങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു അജണ്ട ഉണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ച് കത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ചിന്തകളുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മെസ്സേജുകളുണ്ട്. രാജ്യത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഫേക്കായി ഉണ്ടാക്കിയ വാർത്തകളും ഒക്കെ വെച്ചിട്ട് ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് ആകെ തരിപ്പിച്ച് വീർപ്പിച്ച് ബേജാറാക്കി നിർത്തുകയാണ്. അതൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. നോക്ക്, നിങ്ങൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി സുറാഖ പുറപ്പെട്ടു. ഹിജ്റ പോകുന്ന പ്രവാചകനെ പിടിച്ച് മക്കയിൽ എത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഇനാമ് പ്രഖ്യാപിച്ചിരുന്നു. ആ ഇനാമിൽ പ്രതീക്ഷിച്ചു വന്ന അദ്ദേഹം പ്രവാചക തിരുമേനിയെ ഏകദേശം അടുത്തെത്തിയപ്പോ അമ്പും വില്ലും എടുത്ത് അമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒട്ടകത്തിന്റെ കാലിങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോയി തലകുത്തനെ മറിഞ്ഞു. വീഴ്ചയുടെ